ഇന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിൽ വികൃത യാക്കോ കുഞ്ഞുങ്ങളെ ഒന്നും കാണാനേ ഇല്ല. ആരോ പറയുന്നത് കേട്ട് എല്ലാവരും തലയിൽ മുണ്ടുപൊട്ട് നടക്കുകയാണ്. എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ ആഴ്ചകളിൽ നടന്നത്? പിണറായി സർക്കാർ സുപ്രീം കോടതിയിൽ കണ്ടംപ്റ്റ് അപ്പീൽ കൊടുത്തപ്പോൾ കേസ് കെട്ട് വീണ്ടും തുറക്കുമെന്നും പള്ളികളൊന്നും ഇനി വിട്ടുകൊടുക്കേണ്ടതില്ലെന്നും വിട്ടുകൊടുത്ത പള്ളികൾ തിരിച്ചു പിടിക്കുമെന്നും എന്തെല്ലാം പറഞ്ഞു ഉറഞ്ഞു തുള്ളുകയായിരുന്നു. സോഷ്യൽ മീഡിയ തുറന്നാൽ ഇതേ ഉള്ളായിരുന്നു. ഇപ്പോഴെന്തേ നാവ് ഇറങ്ങിപ്പോയോ? സുപ്രീം കോടതി പിണറായി സർക്കാരിനെ ഓടിച്ച ഓട്ടത്തിന് കയ്യും കണക്കുമില്ല. മലങ്കര സഭയുടെ ദേവാലയങ്ങൾ മലങ്കര സഭയുടെ ഭരണഘടന പ്രകാരം ഭരിക്കപ്പെടണം. 6 പള്ളികളിൽ എത്രയും വേഗം വിധി നടപ്പാക്കി താക്കോൽ മലങ്കര സഭയുടെ വികാരിമാർക്ക് കൈമാറണം. വേറെ ന്യായമൊന്നുമില്ല അവിടെ. ഈ വരുന്ന 17-ാം തീയതി ഈ കേസ് വീണ്ടും പരിഗണിക്കും. അതിനു മുൻപ് വിധി നടപ്പാക്കിയിരിക്കണം. അത് ശക്തമായ മുന്നറിയിപ്പാണ്. ഇതാണ് ഇന്ന് രാവിലെ സുപ്രീം കോടതി പറഞ്ഞത്. കോടതിക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഇത് നേരത്തെ വേണമായിരുന്നു. ഓർത്തഡോക്സ് സഭ നേരിന്റെ സഭയാണ്, ദൈവത്തിന്റെ സഭയാണ്. അതൊന്നുകൂടി തെളിഞ്ഞു. ഈ സഭയെ തകർക്കാൻ ഒരാൾക്കും പറ്റില്ല, ഒരു സർക്കാരിനും പറ്റില്ല. അതിന് ശ്രമിക്കുന്നവർക്ക് തിരിച്ചടിയായിരിക്കും ഫലം. സർക്കാരും പോലീസും വിഘടന്മാരും ഒത്തുചേർന്നുള്ള തെരുവ് നാടകങ്ങൾ, ഹൈക്കോടതിയിലെ സർക്കാർ വക്കീലന്മാരുടെ വിഘടന്മാരുടെ പക്ഷം ചേർന്നുള്ള വാദങ്ങൾ, കോടതി വിധി നടപ്പാക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞത് വിഘടന്മാരുടെ വക്കീൽ വാദിച്ചതിനപ്പുറം ഞങ്ങൾക്കൊന്നും വാദിക്കാനില്ലെന്ന് പറഞ്ഞ വാദങ്ങൾ, അങ്ങനെ പോകുന്നു. എന്തെല്ലാം സമ്മർദ്ദങ്ങളാണ് കുറച്ച് കാലങ്ങളായി മലങ്കര സഭ അനുഭവിച്ചത്. സുപ്രീം കോടതി വിധി അട്ടിമറിക്കാൻ ഇവർ നടത്തിയ നാടകം ചില്ലറയാണോ? ശബരിമലയിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ പിണറായി കാണിച്ച ആവേശം, അല്ലെങ്കിൽ കേരളിന്റെ മഞ്ഞക്കുറ്റിയിടാൻ കാണിച്ച വ്യഗ്രത എന്തുകൊണ്ട് സഭാ കേസിൽ കാണിക്കുന്നില്ല? എനിക്കിപ്പോഴും മനസ്സിലാകാത്ത കാര്യമാണ്. എന്താണ് ഇത്ര അന്ധമായി ഒരു ജനാധിപത്യ സർക്കാർ വിഘടിത വിഭാഗത്തോടൊപ്പം നിൽക്കുന്നത്? വോട്ടിന് വേണ്ടിയാണോ? അതോ പാർട്ടി ഫണ്ടിന് വേണ്ടിയാണോ? വോട്ടിനാണെങ്കിൽ അവരുടെ 10 മടങ്ങ് വോട്ടുകൾ മലങ്കര മക്കൾ അവർക്കല്ലേ കഴിഞ്ഞ തവണകളിൽ നൽകിയത്? ഓരോ മണ്ഡലത്തിലും ഏറ്റവും കുറഞ്ഞത് 1000 വോട്ടെങ്കിലും അവർക്ക് നൽകിയിട്ടില്ലേ? തെക്കൻ കേരളത്തിൽ 10,000-കണക്കിന് വോട്ടുകളല്ലേ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് മലങ്കര മക്കൾ നൽകിയത്? തെക്കൻ ജില്ലകളിൽ ഇടതുമുന്നണി തൂത്തുവാരിയതിൽ മലങ്കര മക്കൾക്ക് നിർണായക റോളില്ലേ? നിഷേധിക്കാൻ പറ്റുമോ? ഇനിയും വരുന്നുണ്ട് തെരഞ്ഞെടുപ്പുകൾ. ആരും ഒളിച്ചോടിയൊന്നും പോകില്ല. മലങ്കര സഭയെ കുത്തി നോവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം അനുഭവിക്കാതെ പോകില്ല. ഇടതു സർക്കാരിനോട് ഒന്നേ ചോദിക്കാനുള്ളൂ. നിങ്ങൾ കോടതി വിധി അട്ടിമറിക്കാൻ വിഘടിത വിഭാഗത്തോടൊപ്പം കൂട്ടുനിന്നിട്ട് കഴിഞ്ഞ 2017 മുതൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ യാക്കോബായക്കാർ ജയിപ്പിച്ച ഒരു ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ പേര് പറയാമോ? പഞ്ചായത്തിലാകട്ടെ, നിയമസഭയിലാകട്ടെ, ലോക്സഭയിലാകട്ടെ, എവിടെയെങ്കിലും യാക്കോ കുഞ്ഞുങ്ങളുടെ സഹായത്തോടെ ആരെങ്കിലും വിജയിച്ചിട്ടുണ്ടോ? എന്നാൽ മലങ്കര മക്കൾക്ക് തലയോർത്തി നിന്ന് പറയാൻ പറ്റും, ഒന്നല്ല രണ്ടല്ല പലതിന്റെ കണക്കുകൾ. പിന്നെ യാക്കോ കുഞ്ഞുങ്ങളുടെ സഹായത്തോടെ വിജയിച്ചിട്ടുണ്ട്. അവരൊക്കെ പ്രതിപക്ഷത്ത UDF-ൽ. പേര് പറയണോ? എന്നാൽ കേട്ടോളൂ. അനൂപ് ജേക്കബ്, മാത്യു കുഴൽനാടൻ, എൽദോസ് കുന്നപ്പള്ളി, ലോക്സഭയിൽ ബെന്നി ബെഹനാൻ, ഇവരെല്ലാം യാക്കോ കുഞ്ഞുങ്ങളാണ്. പിണറായി സർക്കാരിനും പ്രത്യേകിച്ച് പിണറായിക്കും നിയമസഭയിൽ ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കുന്നത് കുഴൽനാടനാണ്. ആ കുഴൽനാടൻ യാക്കോ കുഞ്ഞാണ്. അപ്പോൾ നിങ്ങളെ എതിർക്കുന്നവരുടെ കൂടെയാണ് എപ്പോഴും നിങ്ങൾ, അല്ലേ? ഇനി നിങ്ങളുടെ ഒളിച്ചുകളി നടക്കില്ല. മലങ്കര സഭയ്ക്ക് രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയോടാണ് കടപ്പാട്. രാജ്യത്തിന്റെ നിയമവും വിധികളും എന്നും അംഗീകരിച്ചിട്ടേ ഉള്ളൂ, അനുസരിച്ചിട്ടേ ഉള്ളൂ മലങ്കര സഭ. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. 2026-ന് ശേഷവും ഇവിടെയൊക്കെ തന്നെ കാണണം